ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ KTDC ഉദയസമുദ്രയുടെ പാർക്കിലാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. കുറച്ച് നാളായി ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ട്, അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഇങ്ങോട്ട് വരെ. ഇതെല്ലാവർക്കും അറിയായിരിക്കും, ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. മിക്ക സീരിയൽ ഷൂട്ടിങ്ങും ഇവിടെയൊക്കെയാണ് കേട്ടോ. ഇവിടെ വരുമ്പോഴൊക്കെ മിക്കവാറും ഷൂട്ടിംഗ് ആയിരിക്കും. ഇന്ന് ആരെയും കണ്ടില്ല, ഇന്ന് വലിയ തിരക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെയല്ല, നല്ല തിരക്കായിരിക്കും. എന്തായാലും ഞാൻ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാമേ. ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടോ, ഈ രീതിയിലുള്ള ചുവർ ചിത്രങ്ങളാണ്. ഓണം ഫോട്ടോഷൂട്ടൊക്കെ ഞങ്ങൾ ഇവിടെ വന്നാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ തീമൊക്കെ ഉണ്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ. അതുപോലെ ഇതാ ഇവിടെയുണ്ട് ഒരു കഥകളി. ഇതാ ഇവിടെ ഒരു കഥകളിയുണ്ട് കണ്ടോ. പുറകു സൈഡിലും ഉണ്ട് കേട്ടോ ഇതുപോലെയുള്ള ചിത്രങ്ങൾ കണ്ടോ. അപ്പം ബാക്കി വ്യൂ ഒക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ സൂപ്പറാണ് കാണാനൊക്കെ. ഓക്കെ, ഒരുപാട് പേർക്ക് ഈ പാർക്കിനെ കുറിച്ച് അറിയാമായിരിക്കും, എന്നാലും മനസ്സിലാകാത്തവർക്കാണ്. ഇത് കോവളം ഉദയസമുദ്രയുടെ പാർക്കാണ്. വൈകുന്നേരം 5 മണിക്ക് ശേഷം ഇവിടെ വന്നാൽ കാണാൻ നല്ല വൈബാണ് കേട്ടോ. പ്രത്യേകിച്ചും ഇതൊരു ഫോട്ടോഷൂട്ട് പ്ലേസായി മാറിക്കഴിഞ്ഞു. എപ്പോഴും ഇവിടെ വന്നാലും സേവ് ദ ഡേറ്റും റീലെടുക്കാനൊക്കെ ഉള്ള തിരക്കായിരിക്കും. ഇന്ന് അധികം തിരക്കില്ലായിരുന്നു. നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഇടമാണ്. ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ധൈര്യമായി പാർക്കിനകത്ത് വിടാം. ഇതിനകത്ത് ചുറ്റിപ്പറ്റി തന്നെ നിന്നോളും. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ലൈഡറൊക്കെ അടുത്തുണ്ട്. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്ന സമയത്ത് ഇവിടെ വരണം. അപ്പോൾ നല്ല കാറ്റും ആ ആകാശത്തിൻ്റെ ആ ഒരു ഷെയ്ഡൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ സൈഡിൽ ഇതുപോലെ വലിയ പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. ഈ പാർക്കിൻ്റെ ചുറ്റും ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് നല്ല പച്ചപ്പായിട്ട് നിന്നതായിരുന്നേ. ഇപ്പോൾ അതൊക്കെ നശിച്ചു പോയെന്ന് തോന്നുന്നു. വേനലൊക്കെ ആയിരുന്നില്ലേ, ഇനി വീണ്ടും വന്നതിന് അവർ ചെയ്യുമായിരിക്കും. ഇതുപോലെ മഞ്ഞപ്പൂക്കൾ നിറഞ്ഞായിരുന്നു കിടന്നത്. ഇപ്പോൾ അവിടെ കുറച്ചാണുള്ളത് കേട്ടോ. അത് നിറഞ്ഞു നിൽക്കുമ്പോഴായിരുന്നു ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റുന്നത്. ഈ പാർക്കിൻ്റെ ഭംഗി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഈ പൂക്കളും ഈ ലാൻഡ്സ്കേപ്പൊക്കെ ആയിരുന്നു. ഇനി നമുക്ക് ബീച്ചിൻ്റെ വ്യൂ ഒന്ന് നോക്കാമേ. ബീച്ചിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു വലിയ പാറക്കൂട്ടം കാണാം. പിന്നെ നല്ല ആഴം കൂടിയ പ്രദേശം ആയതുകൊണ്ട് ബീച്ചിലോട്ട് ആരെയും ഇറക്കാറില്ല. സൈഡിലൊക്കെ റിസോർട്ടാണ്. ഒരുപാട് റിസോർട്ടുകൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡിലായിട്ട്. പിന്നെ ഒരു കോഫി ഷോപ്പുണ്ട്, അതിപ്പോൾ ഓപ്പൺ അല്ല. ഇത് കോവളം KTDCയുടെ സമുദ്ര പാർക്കാണ് കേട്ടോ. വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നതാ. വാവയുണ്ടാ വീട്ടിൽ നിന്നൊക്കെ കണ്ട കുഞ്ഞു കുട്ടികൾ ഇവിടെ കൊണ്ടിട്ട് കളിക്കുക. പാർക്ക് ഇങ്ങനെ ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് പേര്. അവനും അവൻ്റെ ഒപ്പം കൂടാനുള്ള ശ്രമമാണ്. നൈസിൽ കമ്പനി അടിച്ച് പോവുകയാണ്. ഇനി കുറച്ച് നേരം അവരോടായിരിക്കും കളിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര കാറ്റാണ് കേട്ടോ, സൂപ്പറാണ്. കടൽ ഭംഗിയൊക്കെ ആസ്വദിക്കാം. ഇവിടെ നിന്ന് ബീച്ചിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാം. ഇവിടെ വന്ന് എന്തോ വികൃതി ഒപ്പിച്ചിട്ട് വന്നോ എന്തോ. ഞാൻ വരുന്നില്ല. എങ്ങനെയുണ്ട്, കൊള്ളാമോ? സൂപ്പർ അല്ലേ? ബീച്ചിൽ ഫിഷ് ഉണ്ട്. അപ്പം നമ്മൾ ഇനി കുറച്ച് നേരം ഇവിടെ നിൽക്കാം. നമുക്ക് നല്ല കാറ്റുണ്ട്. എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ സ്ഥലം ഒന്ന് കണ്ടിരിക്കണം കേട്ടോ. നമുക്കിവിടെ അടുത്തായതുകൊണ്ട് ഇങ്ങനെ വന്ന് ഇരിക്കാനൊക്കെ പറ്റും. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരിക്കും എൻ്റെ കെട്ടിയവൻ എവിടെയെന്ന്. കെട്ടിയവൻ എന്നെ ഇവിടെ ആക്കിയിട്ട് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരിക്കുക. ഇതിൻ്റെ അടുത്താണ് ചേട്ടൻ്റെ ഫ്രണ്ട്. പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ നമ്മൾ സേഫാണ്, പോലീസുകാരൊക്കെ ഉണ്ട്, പേടിക്കണ്ട. ഒറ്റയ്ക്ക് വന്നാലും ധൈര്യമായിട്ട് ഇവിടെ ഇരിക്കാം. എന്ത് ഭംഗിയാന്ന് നോക്കി, വരച്ചു വെച്ചിരിക്കുന്ന പോലെ തോന്നും. ഒരു സീനറിയിൽ നമ്മൾ കാണുന്ന സൺസെറ്റില്ലേ, അതുപോലെ. സണ്ണിതാ കടലിന് താഴോട്ട് പോയി, വെട്ടമൊക്കെ പോയി വരെയാണ്. ഇനിയിപ്പോൾ ഇവിടെ മൊത്തം ഇരുട്ടാവും. പോലീസൊക്കെ ഇവിടെ ഡ്യൂട്ടിക്ക് ഇരിക്കുകയാണ് കേട്ടോ. അയ്യോ, അതിലൊരാൾ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളതാണ്. ഉണ്ടോ?